മോഹൻലാലിന്റെ എൻട്രി എത്ര എൻട്രി? 1 2 3. അയ്യോ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് എൻട്രി നിങ്ങൾ പറഞ്ഞു. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഹായ് ഗായ്സ്, എമ്പുരാന്റെ റിവ്യൂവിന് പറയാൻ വേണ്ടി വന്നേക്കാണ്. എമ്പുരാനെ പറ്റി പറയണ, എമ്പുരാൻ ഒരു മലയാള മൂവി അല്ല. സത്യമായിട്ടും അല്ല. ലാഗ് ഉണ്ട്, ചെറിയൊരു ലാഗ് ഉണ്ട്. ആ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. പക്ഷെ മേക്കിങ്ങിനെ പറ്റി ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് മാൻ സൂപ്പർ. മേക്കിംഗ്, പുള്ളിക്കാരന്റെ അഭിനയം കൊള്ളാം, എൻട്രി കൊള്ളാം, ഓരോ എൻട്രി സൂപ്പർ. മഞ്ജു വാര്യർ മഞ്ജു വാര്യർ സൂപ്പർ. ആ ഒരു അടിപൊളി ചെയ്തു വെച്ചിട്ടുണ്ട്. പറയാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. സസ്പെൻസ് ആണ്. ടൊവിനോ പുള്ളിയും ചെയ്തു വെച്ചിട്ടുണ്ട്. ടൊവിനാണ് വില്ലൻ എന്ന് പറഞ്ഞ ആരും പോകണ്ട. വില്ലനേ അല്ല. പഴയ ഒരുപാട് സിനിമകൾ കണ്ട ടൊവിനേ അല്ല. ടൊവിനെ വെച്ച് പോവേ ചെയ്യും. അഭിമന്യു സിംഗ് നമ്മുടെ ഹിന്ദിക്കാരൻ. പൊന്നോ, പൃഥ്വിരാജിന്റെ പൊക്കം, അഭിനയം അടിപൊളി അഭിനയം. ഒരു ബീജിയം ഉണ്ട്. പുള്ളിക്കാരൻ വരുമ്പോ ഒരു ബീജിയം ഉണ്ട്. നൈസ് ബീജിയം. മോഹൻലാലിന്റെ എൻട്രി എത്ര എൻട്രി? 1 2 3. അയ്യോ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് എൻട്രി നിങ്ങൾ പറഞ്ഞു. തിയേറ്റർ മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ പോയി തന്നെ. കാര്യം നമ്മളെ പോലെ തന്നെയാണ് പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫാനാണ്. അതുപോലെ തന്നെ ഫാൻസുകാർക്ക് പറ്റിയ സാധനം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഫാൻസുകാർ മാത്രമല്ല, ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ പടം. വേറെ ഒരു ഇതുമില്ല. കുട്ടികൾക്ക് കാണാം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കണ്ടിരിക്കും. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ലാഗ്, ചെറുതായിട്ട് ലാഗ് ഉണ്ട്. അത് പറയുന്നത് ലാഗ് ഉണ്ട്. പക്ഷെ പുള്ളിക്കാരെ എടുത്തു വെച്ചേക്കുന്ന ഓരോരോ ഷോട്ടുകളുണ്ട്. പൃഥ്വിരാജ് എടുത്തു വെച്ചേക്കുന്ന കുറെ ഷോട്ടുകളുണ്ട്. അത് ക്വാളിറ്റി സൂപ്പർ. അതിന്റെ മൈക്രോ ഷോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ അടിപൊളി. പിന്നെ ഒരു ചെറുക്കനുണ്ട്, ഒരു സയ്യിദ് മസൂദിന്റെ, നമ്മുടെ പൃഥ്വിരാജിന്റെ ചെറുപ്പമായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട്. അവന് ചെയ്തു വെച്ചിട്ടുണ്ട്. അവന് നല്ല അഭിനയം. എല്ലാരും കൊള്ളാം. സൂപ്പർ. കുറെ ഇംഗ്ലീഷുകാരന്മാരുണ്ട്. അവന്മാരെല്ലാരും കൊള്ളാം. സൂപ്പർ. മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലെ ചെറിയ അങ്ങേരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഇഷ്ടം പോലെ. ഇന്റർവെൽ പഞ്ചായത്ത് ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഡ്രാഗൺ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ഒരുപാട് പേരുണ്ട്. മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഊഹിച്ചു വെച്ചിട്ട് പോയാൽ സൂപ്പർ. ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണ്. അങ്ങനെ പറഞ്ഞു പോകണം. ലൂസിഫറിൽ കണ്ട പോലെ സാനിയ ഇവര് വലിയ റോളില്ല, എന്നാ ഉണ്ട് അത്യാവശ്യം. PKR ഒരു ലാലേട്ടൻ ഒരു സാധനത്ത്, മറ്റേ MLA ഒരു സാധനം, അതിന്റെ എൻട്രി, അത് ട്രെയിലറിലുള്ള സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. സ്പോയിലർ അല്ല, ദിസ് ഈസ് നോട്ട് എ സ്പോയിലർ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. എന്താ എൻട്രി, ഒരു പ്രത്യേക മേക്കിംഗ് ആണ്. രോമാഞ്ചം, കണ്ണൊക്കെ നിറഞ്ഞു പോയി. സത്യം. ഞാൻ അത്ര വലിയ ലാലേട്ടൻ ഫാനൊന്നും അല്ല, അതുകൊണ്ട് ഫാനാണ്. അത്രേ ഉള്ളൂ. ഇതാണ് റിവ്യൂ. അപ്പോ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നൈസാണ്, വർത്ത് വാച്ചാണ്, പൈസക്കൊത്ത ഉണ്ട്. നമ്മളിവിടെ വിമല തിയേറ്ററിലാണ് പോയി കണ്ടത്. വർക്കല ഫാൻസുകാരെ ഒരു ഓളം തന്നെയാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.